ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബ്രിക്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബ്രിക്സ് 2024 ഉച്ചകോടി, ബ്രിക്സ് സ്ഥാപിതമായത് എന്നാണ് എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ക്ലാസ് ആണ് ഇന്നത്തേത്. ക്ലാസ്സിലേക്ക് കടക്കാം. ബ്രിക്സ് വാസ് ഫോംഡ് ഇൻ 2009 ബൈ ഇന്ത്യ, ബ്രസീൽ, റഷ്യ ആൻഡ് ചൈന ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ദ G7 ഗ്രൂപ്പ് ഓഫ് റിച്ച് കൺട്രീസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു G7 ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് 7. ഇതൊരു റിച്ച് കൺട്രീസിന്റെ വികസന രാജ്യങ്ങൾ, നമ്മുടെ USA, UK, ജപ്പാൻ ഒക്കെ അടങ്ങിയ വികസിത രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത്, G7 എന്ന് പറയുന്നത്. ഈ G7 ബദലായി ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് 2009 രൂപീകരിച്ച ഒരു ചെറിയ കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത്, ബ്രിക്സ് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നപ്പോൾ എസ് ഇല്ല, ബ്രിക് എന്ന് മാത്രമേ ഉള്ളൂ. BRIC, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, BRIC, ബ്രിക് എന്ന് മാത്രമായിരുന്നു 2009 ഇത് ഫോം ചെയ്തത്. Egypt, Ethiopia, Iran and the UAE are now members of the organization, which included South Africa in 2010. അപ്പോൾ 2009 നിലവിൽ വന്നപ്പോൾ ബ്രിക് എന്ന് മാത്രം പേരുണ്ടായിരുന്ന നമ്മുടെ ബ്രിക്സിലേക്ക് 2010 ആരംഗമാവുകയാണ്, സൗത്ത് ആഫ്രിക്ക. 2010 കൂടി സൗത്ത് ആഫ്രിക്ക അംഗമാവുകയാണ്. അതോടുകൂടി ബ്രിക് എന്തായി മാറി, ബ്രിക്സ് എന്നായി മാറി. അപ്പോൾ 2010 ബ്രിക് എന്തായി മാറിയത്, ബ്രിക്സ് എന്നായി മാറിയത്. ആ S4 എന്താണ്, സൗത്ത് ആഫ്രിക്ക. 2010 സൗത്ത് ആഫ്രിക്കയാണ് ബ്രിക്സിൽ അംഗമായ രാജ്യം. മറ്റ് അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഈജിപ്റ്റ് ഉണ്ട്, എത്യോപ്യ, ഇറാൻ ആൻഡ് UAE ഒരു ഫുൾ ടൈം മെമ്പർ അല്ല എന്നുകൂടി ഓർക്കുക. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ ആൻഡ് UAE ഇവരൊക്കെ ഇപ്പോൾ എന്തിലെ മെമ്പേഴ്സ് ആണ്, ബ്രിക്സിലെ മെമ്പേഴ്സ് ആണ്. അടുത്തിടെ ബ്രിക്സിലെ 10ാമത് അംഗമായി മാറിയത് ഇന്തോനേഷ്യയാണ്. 10th മെമ്പർ ഓഫ് ബ്രിക്സ് ഈസ് ഇന്തോനേഷ്യയാണ് അടുത്തിടെ ബ്രിക്സിലെ 10th മെമ്പറായി 10ാമത്തെ അംഗരാജ്യമായി നിലവിൽ വന്നത്. ബ്രസീൽ കറന്റ്ലി ഹോൾഡ്സ് ദ പ്രസിഡൻസി ഓഫ് ബ്രിക്സ്. അപ്പോൾ ഇത്തരം സംഘടനകൾക്ക് സ്ഥിരമായിട്ടൊരു ആസ്ഥാനമില്ല, ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഇത്തരം സംഘടനകൾക്കില്ല. അവരെന്ത് ചെയ്യുന്നു, ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിലായിട്ടാണ് അവരുടെ സമ്മിറ്റ് വെക്കുന്നത്. അപ്പോൾ 2024 കഴിഞ്ഞ് 2025 ഈ വർഷം, അതായത് ഇപ്പോൾ ബ്രിക്സിന്റെ പ്രസിഡൻസി കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത് എവിടെ വെച്ചാണ്, ബ്രസീലിൽ വെച്ചാണ്. 2024 റഷ്യയിൽ വെച്ചായിരുന്നു, റഷ്യയിലെ കസാനിൽ വെച്ചായിരുന്നു ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2025 ബ്രിക്സ് ഉച്ചകോടി, ബ്രിക്സ് സമ്മിറ്റ് നടക്കാനിരിക്കുന്നത് എവിടെ വെച്ചാണ്, ബ്രസീലിൽ വെച്ചാണ്. ബ്രസീലിൽ വെച്ച് നടക്കുന്ന 2025 ബ്രിക്സ് സമ്മിറ്റിന്റെ മോട്ടോ എന്താണ്, സ്ട്രെങ്തൻ കോപ്പറേഷൻ ഇൻ ദ ഗ്ലോബൽ സൗത്ത് ഫോർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ്. എന്താണ്, സ്ട്രെങ്തൻ കോപ്പറേഷൻ ഇൻ ദ ഗ്ലോബൽ സൗത്ത് ഫോർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ് എന്നതാണ് 2025 മോട്ടോ. വെന്യൂ ഓഫ് ദി 16th ബ്രിക്സ് സമ്മിറ്റ് ഇൻ 2024. 2024 16ാമത് ബ്രിക്സ് സമ്മിറ്റിന്റെ വേദി എവിടെയായിരുന്നു, റഷ്യയിലെ കസാൻ ആയിരുന്നു വെന്യൂ ഓഫ് ദി 16th ബ്രിക്സ് സമ്മിറ്റ്. അപ്പോൾ ഈ 2025 നടക്കുന്നത് എത്രാമത് ബ്രിക്സ് സമ്മിറ്റ് ആണ്, 17th ആണ് നമ്മുടെ റഷ്യയിൽ വെച്ച് നടക്കുന്ന 2025 ബ്രിക്സ് സമ്മിറ്റ് 17th ബ്രിക്സ് സമ്മിറ്റ് ആണ്. 16th ബ്രിക്സ് സമ്മിറ്റിന്റെ വെന്യൂ എവിടെയായിരുന്നു, കസാൻ ആണ്, റഷ്യയിലെ കസാൻ. റഷ്യൻ പ്രസിഡന്റ്, അപ്പോൾ ഇത്തരത്തിലൊരു സമ്മിറ്റിന് വേദിയാകുമ്പോൾ ആ രാജ്യത്തെ പ്രസിഡന്റിനെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പൊ കറണ്ട് അഫയേഴ്സ് ഫാക്ടിൽ ഒരു പക്ഷേ നമുക്ക് അതായിരിക്കും ക്വസ്റ്റ്യൻ ആയി വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണ്. ആരാണ്, വ്ളാഡിമിർ പുടിൻ. അപ്പൊ എല്ലാവർക്കും പുഡിംഗ് ഒക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ആരാണ്, വ്ളാഡിമിർ പുടിൻ ആണ്. ബ്രിക്സ് പോസ്റ്റ് എൻലാർജ്മെന്റ് സമ്മിറ്റ് ആയിരുന്നു അത്. അതായത് ബ്രിക്സ് വിപുലീകരിച്ചതിന് ശേഷം, നമ്മുടെ ഇന്തോനേഷ്യയൊക്കെ അംഗമായി എന്ന് പറഞ്ഞു, ബ്രിക്സ് വിപുലീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സമ്മിറ്റ് കൂടിയായിരുന്നു 2024 റഷ്യയിലെ കസാനിൽ നടന്ന
16th 16th ബ്രിക്സ് സമ്മിറ്റ് എന്ന് പറയുന്നത്. കസാൻ സമ്മിറ്റ് ഡിക്ലറേഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ റഷ്യയിലെ കസാനിൽ നടന്ന 16th ബ്രിക്സ് സമ്മിറ്റിന്റെ ഡിക്ലറേഷൻസ് എന്തൊക്കെയാണ്? സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററലിസം ഫോർ ഫെയർ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി. വികസനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി എന്തിനെ ശക്തിപ്പെടുത്തുക? ബഹുമുഖവാദം അല്ലെങ്കിൽ ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുക. നമ്മൾ രാഷ്ട്രങ്ങളെല്ലാം ഒത്തുചേർന്ന് എന്ത് ചെയ്യുക? നമ്മുടെ ലോക വികസനവും സുരക്ഷയും സ്വന്തമാക്കുന്നതിനായിട്ട് ബഹുമുഖവാദം അല്ലെങ്കിൽ ബഹുരാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് കസാൻ സമ്മിറ്റിന്റെ ഡിക്ലറേഷൻ. 2025 ബ്രിക്സ് സമ്മിറ്റ് വെന്യൂ ബ്രസീലിലാണെന്ന് നമ്മൾ പറഞ്ഞു. എത്രാമതാണ്? 17th ബ്രിക്സ് സമ്മിറ്റ് ആണ് 2025 ബ്രസീലിൽ നടക്കാനിരിക്കുന്നത്. ബ്രിക് ഫോം 2009 യക്കാറ്റെറിൻബർഗ്, റഷ്യ. അപ്പോൾ റഷ്യയിലെ യക്കാറ്റെറിൻബർഗ് എന്ന സ്ഥലത്താണ് 2009 എന്ത് സ്ഥാപിതമായത്? ബ്രിക് സ്ഥാപിതമായത്. നമ്മൾ പറഞ്ഞു 2010 സൗത്ത് ആഫ്രിക്ക അംഗമാകുന്നത്. 2010 സൗത്ത് ആഫ്രിക്ക അംഗമാകുന്നതോടുകൂടിയാണ് ബ്രിക് എന്തായി മാറിയത്? ബ്രിക്സ് ആയി മാറിയത്. അപ്പൊ ബ്രിക് ഫോം ചെയ്തത് 2009 റഷ്യയിൽ വെച്ചാണ്. റഷ്യയിൽ എവിടെ വെച്ചായിരുന്നു? യക്കാറ്റെറിൻബർഗ് എന്നൊരു സ്ഥലത്ത് വെച്ചായിരുന്നു. എന്തായിരുന്നു? യക്കാറ്റെറിൻബർഗ് എന്ന സ്ഥലത്ത് വെച്ചാണ് 2009 ബ്രിക് ഫോം ചെയ്തത്. ദ ഫസ്റ്റ് സമ്മിറ്റ് വാസ് ഹോസ്റ്റഡ് ബൈ റഷ്യ. ഫസ്റ്റ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തതും ആര് തന്നെയാണ്? റഷ്യ തന്നെയായിരുന്നു. 2010 സൗത്ത് ആഫ്രിക്ക വാസ് ഗ്രാൻഡഡ് മെമ്പർഷിപ്പ്. അപ്പോൾ 2010 സൗത്ത് ആഫ്രിക്കയ്ക്ക് ബ്രിക്സിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്നു. ഓർക്കുക, 2010 സൗത്ത് ആഫ്രിക്കയ്ക്ക് ബ്രിക്സിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. 2024 റെസല്യൂഷൻ എന്തായിരുന്നു? സ്ട്രെങ്തൻ മൾട്ടിലാറ്ററലിസം ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി. നമ്മൾ പറഞ്ഞു എന്താണ്? ബഹുമുഖവാദം അല്ലെങ്കിൽ ബഹുരാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തുക. എന്തിനു വേണ്ടിയിട്ട്? വികസനത്തിനും ലോക സുരക്ഷയ്ക്കുമായിട്ട് ബഹുമുഖവാദം അല്ലെങ്കിൽ ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുക എന്നതാണ് 2024 റെസല്യൂഷൻ. ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബ്രിക്സ് എന്ന പേരിൽ നിന്ന് നമുക്ക് കിട്ടും. B ഫോർ എന്താണ്? B ഫോർ ബ്രസീൽ, R ഫോർ റഷ്യ, I ഫോർ ഇന്ത്യ, C ഫോർ ചൈന, S ഫോർ സൗത്ത് ആഫ്രിക്ക. അപ്പൊ BRICS നമുക്ക് കിട്ടി. ഇനി പുതുതായി ചില രാജ്യങ്ങൾ അംഗത്വം എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇറാൻ ഉണ്ട്, UAE ഉണ്ട്, എത്യോപ്യ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്. ഇതാണ് പുതിയ അംഗരാജ്യങ്ങൾ. പക്ഷേ നമ്മുടെ UAE, നമ്മുടെ സൗദി അറേബ്യ ഈസ് കറന്റ്ലി നോട്ട് എ ഫുൾ മെമ്പർ. അപ്പോൾ സൗദി അറേബ്യയും മെമ്പർ ആണ്, പക്ഷേ ഒരു ഫുൾ ടൈം മെമ്പർ അല്ല. സൗദി അറേബ്യ ബ്രിക്സിലെ ഒരു ഫുൾ ടൈം മെമ്പർ അല്ല. ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി അസോസിയേഷൻ. അപ്പോൾ ഈ അസോസിയേഷന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? അടിസ്ഥാന ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സംഘടന രൂപീകൃതമായത്? എന്തിനു വേണ്ടിയിട്ടാണ്? പീസ്, സെക്യൂരിറ്റി, ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ. എന്താണ്? പീസ്, സെക്യൂരിറ്റി, ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ. സാധാരണ ഒരു സംഘടന എന്തിനാണോ ഫോം ചെയ്യുന്നത് അത്തരത്തിലൊരു ബേസിക് റെസല്യൂഷൻ, ഒരു ബേസിക് ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ബ്രിക്സിനുമുള്ളത്. എന്തൊക്കെയാണ്? സമാധാനം, സുരക്ഷ, വികസനം, സഹകരണം. പീസ്, സെക്യൂരിറ്റി, ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ. ഇതാണ് ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി അസോസിയേഷൻ. ഏതാണ്? ബ്രിക്സിന്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ബ്രിക്സിനെ പറ്റി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകം ഓർത്തിരിക്കുക, സൗദി അറേബ്യ ഒരു ഫുൾ ടേം മെമ്പർ അല്ല, ഒരു ഫുൾ മെമ്പർ അല്ല. കംപ്ലീറ്റ് ആയിട്ടും ബ്രിക്സിൽ സൗദി അറേബ്യ ഒരു മെമ്പർ ആയിട്ടില്ല എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Which country hosted the first ever BRICS summit in 2009? 2009 ബ്രിക്സിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏതാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ത്യ ആണോ? അല്ല. ചൈന, റഷ്യ, ബ്രസീൽ. എവിടെയാണോ ബ്രിക്സ് രൂപീകൃതമായത് 2009 ഏത് രാജ്യത്ത് വെച്ചാണോ ബ്രിക്സ് രൂപീകൃതമായത് ആ രാജ്യം തന്നെയായിരുന്നു ഫസ്റ്റ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത്. ഏതാണ് ആ രാജ്യം? റഷ്യയാണ്. ഓപ്ഷൻ സി, റഷ്യയാണ് ആൻസർ ആയി വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് കൺട്രി ജോയിൻ ബ്രിക്സ് ഇൻ 2010? അപ്പോൾ ബ്രിക്കിനെ ബ്രിക്സ് ആക്കി മാറ്റാൻ 2009 രൂപം കൊണ്ട ബ്രിക്കിനെ ബ്രിക്സ് ആക്കി മാറ്റാൻ 2010 ഒരു രാജ്യം അംഗത്വം എടുത്തു. ഏതാണ് ആ രാജ്യം? ഓപ്ഷൻ എ ഇറാൻ, ബി സൗത്ത് ആഫ്രിക്ക, സി ഈജിപ്റ്റ്, ഡി സൗദി അറേബ്യ. അപ്പൊ നമുക്ക് സൗത്ത് ആഫ്രിക്കയും സൗദി അറേബ്യയും ഉണ്ട്. എസ് ഫോർ സൗത്ത് ആഫ്രിക്ക, സൗദി അറേബ്യ. ഏതാണ്? നമ്മൾ പഠിച്ചു സൗദി അറേബ്യ ഒരു ഫുൾ ടേം മെമ്പർ അല്ല, ഒരു പൂർണ്ണ അംഗമല്ല എന്ന് പറഞ്ഞു. ഏതായിരുന്നു 2010 ജോയിൻ ചെയ്തത്?
സൗത്ത് ആഫ്രിക്കയാണ്. 2010 ബ്രിക്സിൽ അംഗമായ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. Which of the following countries is not a full member of BRICS as of 2024? അപ്പോൾ 2024 പ്രകാരം ബ്രിക്സിൽ അംഗമല്ലാത്ത ഒരു ഫുൾ മെമ്പർ അല്ലാത്ത രാജ്യം ഏത് എന്നതാണ് ചോദ്യം. എ ഇറാൻ, ബി സൗദി അറേബ്യ, സി UAE, ഡി എത്യോപ്യ. ഏത് രാജ്യമാണ്? സൗദി അറേബ്യയാണ്. ഓർക്കുക, നമുക്ക് UAEയും സൗദി അറേബ്യയും കൂടെ തിരിഞ്ഞു പോകരുത്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. സൗദി അറേബ്യയാണ്. UAE ഒന്നും ആരും കറുപ്പിച്ച് വെക്കരുത്. സൗദി അറേബ്യയാണ് ബ്രിക്സിലെ ഒരു ഫുൾ ടേം മെമ്പർ അല്ലാത്ത ഒരു അംഗരാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്, UAE അല്ല. Where was the 16th BRICS summit held in 2024? എവിടെയാണ് ബ്രിക്സിന്റെ 16ാമത് സമ്മേളനം നടന്നത്? എവിടെയാണ്? ഡൽഹി, ഇന്ത്യയിൽ വെച്ചാണോ? കസാൻ, റഷ്യ, ഷാങ്ഹായ്, ചൈന, ബ്രസീലിയയിൽ നടക്കാൻ പോകുന്നത് 2025 17ാമത് 17th ബ്രിക്സ് സമ്മിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. 2024 16th ബ്രിക്സ് സമ്മിറ്റിന്റെ വേദി എവിടെയായിരുന്നു? ഓപ്ഷൻ ബി കസാൻ, റഷ്യയിലെ കസാനിലാണ്. ഈ കസാൻ കൃത്യമായി പഠിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഈ ബ്രിക്സിന്റെ സമ്മേളനം നടക്കുമ്പോൾ കസാൻ ബ്രിക്സ് സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പത്രത്തിൽ വലിയ ഹെഡിങ്ങോട് കൂടി വന്നതാണ്. കസാൻ ബ്രിക്സ് സമ്മിറ്റ് അല്ലെങ്കിൽ കസാൻ സമ്മിറ്റ്, കസാൻ സമ്മേളനം എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ വന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ റഷ്യ എന്ന് മാത്രം പഠിച്ചു വെക്കരുത്, കസാൻ എന്ന് തന്നെ പഠിച്ചു വെക്കുക. റഷ്യയിലെ കസാനിലാണ് 16th ബ്രിക്സ് സമ്മിറ്റ് 2024 നടന്നത്. റഷ്യയിലെ കസാനിലാണ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. What was the key theme of the 2024 Kazan BRICS Summit Declaration? അപ്പോൾ കസാൻ സമ്മിറ്റിന്റെ കസാൻ ബ്രിക്സ് സമ്മിറ്റ് ഇങ്ങനെയാണ് പത്രത്തിൽ വന്നത്, കസാൻ ബ്രിക്സ് സമ്മിറ്റ്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കസാൻ ബ്രിക്സ് സമ്മിറ്റ് റഷ്യയിലല്ലേ നടന്നത്? അപ്പോൾ കസാൻ ബ്രിക്സ് സമ്മിറ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കീ തീം 2024 പ്രൊമോട്ടിംഗ് ഗ്ലോബൽ സൗത്ത് ട്രേഡ്, strengthening multilateralism for fair global development and security, addressing climate change through green energy, BRICS expansion and reform. ഏതായിരുന്നു? നമ്മൾ കുറച്ച് പ്രാവശ്യം പറഞ്ഞായിരുന്നു. എന്താണ് മൾട്ടിലാറ്ററലിസം സ്ട്രെങ്ത് ചെയ്യുക, ഫോർ ഫെയർ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി. വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുരാഷ്ട്രവാദം അല്ലെങ്കിൽ ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. ഗ്ലോബൽ സൗത്ത് ട്രേഡ് അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് ആ ഒരു മോട്ടോ വരുന്നത് 2025 Which country will host the BRICS summit in 2025? അപ്പൊ 2025 ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ, UAE, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. ഏതായിരുന്നു? അപ്പൊ നമുക്ക് ബ്രിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളല്ലേ എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എവിടെയാണെന്ന് കൃത്യമായി അറിയാൻ പറ്റില്ല. അപ്പൊ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. 2025 ബ്രിക്സ് സമ്മിറ്റിന് വേദിയാകുന്നത് ബ്രസീലാണ്. എവിടെയാണ്? ബ്രസീലാണ് 2025 ബ്രിക്സ് സമ്മിറ്റിന്റെ വേദി ബ്രസീലാണ്. Which is the official motto of BRICS as per the 2024 update? ഇപ്പോൾ 2024 ബ്രിക്സിലെ ഒഫീഷ്യൽ മോട്ടോ എന്താണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്ലോബൽ പവർ ഫോർ ദി പീപ്പിൾ, ഓപ്ഷൻ ബി യൂണിറ്റി ഇൻ ട്രേഡ് ആൻഡ് ഡിഫൻസ്, ഓപ്ഷൻ സി strengthen cooperation in the global south for more inclusive and sustainable governance, ഓപ്ഷൻ ഡി one economy one future. ഏതാണ് മോട്ടോ? എന്തായിരുന്നു മോട്ടോ? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി strengthen cooperation in the global south for the more inclusive and sustainable governance എന്നതാണ് മോട്ടോ. As of 2024, who is the president of Russia and also attended the 16th BRICS summit? ഇപ്പോൾ 2024 16th BRICS സമ്മിറ്റിൽ അധ്യക്ഷത വഹിച്ച റഷ്യയുടെ പ്രസിഡന്റ് ആര് എന്നതാണ് ചോദ്യം. ദിമിട്രി മെഡ്വദേവ്, സെർഗി ലാവ്റോവ്, വ്ളാഡിമിർ പുടിൻ, അലക്സി നവൽനി. ആരാണ്? നല്ല പേരുകൾ. ആരാണ്? ഓപ്ഷൻ സി വ്ളാഡിമിർ പുടിൻ ആണ് റഷ്യയുടെ പ്രസിഡന്റ് എന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ്. വ്ളാഡിമിർ പുടിൻ ആണ് റഷ്യയുടെ 2024 16ാമത് ബ്രിക്സ് സമ്മിറ്റ് അറ്റൻഡ് ചെയ്ത റഷ്യൻ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ പുടിൻ ആണ്. കാര്യം എന്താണ്? റഷ്യ ആയിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത് അല്ലെ? റഷ്യയിലെ കസാനാണ്
16th ബ്രിക്സ് സമ്മിറ്റ് 2024 16th ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത് റഷ്യയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിക്സ്? ബ്രിക്സിന്റെ ബേസിക് ഒബ്ജക്റ്റീവ്, അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. എ പീസ്, ബി സെക്യൂരിറ്റി, സി മിലിറ്ററി എക്സ്പാൻഷൻ, ഡി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ. ഏതാണ്? മിലിറ്ററി എക്സ്പാൻഷൻ. ഓപ്ഷൻ സി മിലിറ്ററി എക്സ്പാൻഷൻ. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞോ? ഇല്ല അല്ലേ. സമാധാനമുണ്ട്, സുരക്ഷയുണ്ട്, ഡെവലപ്മെന്റ് വികസനമുണ്ട്, സഹകരണമുണ്ട്. പക്ഷെ മിലിറ്ററി എക്സ്പാൻഷൻ ബ്രിക്സിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ല. Find out the statement or statements that are true about the origin of BRICS. അപ്പോൾ ബ്രിക്സിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ, ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഏത് എന്നതാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1, BRICS was formed in 2009 in Yekaterinburg, റഷ്യ. ആണോ? 2009 റഷ്യയുടെ യക്കാറ്റെറിൻബർഗിലാണ് ബ്രിക്സ് ഫോം ചെയ്തത്. ശരിയാണോ? ശരിയാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. Statement 2, it was initially known as BRIC. It was initially known as BRIC. ശരിയാണോ? ശരിയാണ്. ഇത് 2010 സൗത്ത് ആഫ്രിക്കൻ മെമ്പർ ആയപ്പോഴാണ് ബ്രിക്സ് എന്നായി മാറിയത്. സൗത്ത് ആഫ്രിക്ക വാസ് എ ഫൗണ്ടിംഗ് മെമ്പർ ഓഫ് ബ്രിക്സ്. ബ്രിക്സ് സ്ഥാപിതമായപ്പോഴേ സൗത്ത് ആഫ്രിക്ക അംഗമായിരുന്നു എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 3 ശ്രദ്ധിക്കുക. സൗത്ത് ആഫ്രിക്ക വാസ് എ ഫൗണ്ടിംഗ് മെമ്പർ ഓഫ് ബ്രിക്സ്. ബ്രിക്സ് സ്ഥാപിതമായപ്പോഴേ അംഗമായിരുന്ന രാജ്യമാണ്. ആണോ? അല്ല. കാര്യം എന്താണ്? 2010 സൗത്ത് ആഫ്രിക്ക ബ്രിക്സിൽ അംഗമായത്. The first BRICS summit was hosted by India. ആദ്യത്തെ ബ്രിക്സ് സമ്മിറ്റ് നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണോ? അല്ല. ബ്രിക്സ് എവിടെയാണോ രൂപീകൃതമായത് അവിടെ തന്നെയായിരുന്നു ഫസ്റ്റ് സമ്മിറ്റ് നടന്നത്. അതായത് റഷ്യയിലായിരുന്നു. 4 തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 1 and 2 ഓൺലി ആണ്. അപ്പൊ പ്രത്യേകം ഓർക്കുക, സൗത്ത് ആഫ്രിക്ക ഒരു ഫൗണ്ടിംഗ് മെമ്പർ അല്ല. ബ്രിക്സ് സ്ഥാപിതമായത് മുതൽ സൗത്ത് ആഫ്രിക്ക മെമ്പർ അല്ല. 2010 സൗത്ത് ആഫ്രിക്ക ബ്രിക്സിൽ അംഗമാകുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു ഫൗണ്ടിംഗ് മെമ്പർ ആണോ ബ്രിക്സിലെ? ആണോ? ആണ് അല്ലേ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഈ 4 രാജ്യങ്ങളും ചേർന്നിട്ടാണ് ബ്രിക് എന്ന ഒരു സംഘടന രൂപീകരിച്ചത്. Find out the statement or statements that are true about the 16th BRICS Summit 2024. അപ്പോൾ 2024 നമ്മുടെ കസാൻ സമ്മിറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ true about the 16th BRICS Summit 2024 എന്നാണ് ചോദ്യം. It was held in Kazan, റഷ്യ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. കസാൻ ബ്രിക്സ് സമ്മിറ്റ് ശരിയല്ലേ? ശരിയാണ്. It was held in Kazan, റഷ്യ. റഷ്യയിലാണ് നടന്നത്. The summit emphasized strengthening multilateralism for global development. ശരിയല്ലേ? The summit emphasized strengthening multilateralism for global development. നമ്മുടെ ആഗോള വികസനത്തിന് വേണ്ടിയിട്ട് മൾട്ടിലാറ്ററലിസത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമ്മിറ്റ് കൂടിയിരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. വ്ളാഡിമിർ പുടിൻ ഡിഡ് നോട്ട് അറ്റൻഡ് ദ സമ്മിറ്റ്. വ്ളാഡിമിർ പുടിൻ ഈ സമ്മിറ്റിൽ അറ്റൻഡ് ചെയ്തില്ല. വ്ളാഡിമിർ പുടിൻ എന്തിന് അറ്റൻഡ് ചെയ്യണം അല്ലേ? വേണ്ട. അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണോ? അല്ല. ആരാണ് വ്ളാഡിമിർ പുടിൻ? റഷ്യയുടെ പ്രസിഡന്റ് ആണ്. റഷ്യ ഹോസ്റ്റ് ചെയ്യുന്ന ബ്രിക്സ് സമ്മിറ്റ് ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്? വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ് ആണ് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അറ്റൻഡ് ചെയ്തില്ല എന്നാ പറയുന്നത്. അധ്യക്ഷൻ തന്നെ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. വ്ളാഡിമിർ പുടിൻ ആണ് അത് ചെയർ ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ട് സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 4, the 2024 summit was called the BRICS post enlargement summit. ബ്രിക്സ് വിപുലീകരണത്തിന് ശേഷമുള്ള സമ്മിറ്റ് ആയിരുന്നു. അതും ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2 and 4 ആണ്. ശരിയായിട്ടുള്ളത് എന്താണ്? 1, 2, 4 ആണ്. വിപുലീകരണ ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്തോനേഷ്യ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ മെമ്പർ ആയതിനു ശേഷമുള്ള സമ്മിറ്റ് ആണ് 2024 റഷ്യയിൽ നടന്നത്. Find out the statement or statements that are not true about BRICS objectives and motto. അപ്പോൾ ബ്രിക്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മോട്ടോയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് നോട്ട് ട്രൂ അബൌട്ട് ബ്രിക്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മോട്ടോ. ബ്രിക്സ് മെയിൻലി ഫോക്കസസ് ഓൺ മിലിറ്ററി അലയൻസസ് ആൻഡ് ഡിഫൻസ് സ്ട്രാറ്റജീസ്. ശരിയാണോ? ബ്രിക്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മിലിറ്ററി അലയൻസിനെയും ഡിഫൻസ് സ്ട്രാറ്റജീസിനെയും ആണോ? ഇത് മിലിറ്ററി അലയൻസും അല്ല, ഡിഫൻസ് സ്ട്രെങ്തനിങ്ങിനുമായിട്ട് വന്ന ഒരു സംഘടനയല്ല.
ഇറ്റ്സ് മോട്ടോ പ്രൊമോട്ട്സ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ്. ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ് ആണോ? ഇറ്റ്സ് മോട്ടോ പ്രൊമോട്ട്സ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. ശരിയല്ലേ? നല്ലൊരു ഭരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രിക്സ് സഹായിക്കുന്നില്ലേ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? പരസ്പരം സഹകരിക്കുന്നു, പരസ്പരം സഹായിക്കുന്നു. എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശക്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് മോട്ടോ പ്രൊമോട്ട്സ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. The group advocates of peace, security and cooperation. The group advocates peace, security and cooperation. ശരിയല്ലേ? സമാധാനം, സുരക്ഷ, സഹകരണം ഒക്കെ നൽകുന്ന ഒരു സംഘടനയാണത്. ശരിയാണ്. The 2024 resolution focused on increasing global arms production. Global arms production ആയിരുന്നു 2024 റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആംസ് പ്രൊഡക്ഷൻ ആണോ? ആയുധ നിർമ്മാണമായിരുന്നോ 2024 റെസൊല്യൂഷൻ ഫോക്കസ് ചെയ്തത്? അല്ല, തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്. അപ്പോൾ 1 and 4 ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 and 4 only. ബേസിക് മോട്ടോസ്. ഒരിക്കലും അവർ യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഘടനയല്ല ബ്രിക്സ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നില്ല? അവരുടെ ആർമീസിന് ഷെയർ ചെയ്യുന്നില്ല. അവരെന്തൊക്കെയാണ് നൽകുന്നത്? സമാധാനം, സുരക്ഷ, സഹകരണം, പിന്നെന്താണ്? സ്ട്രെങ്തനിങ്. ഇതൊക്കെയാണ് അവർ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത്. അല്ലാതെ എന്ത് ചെയ്യില്ല? ഒരു യുദ്ധം എന്താണ്? ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് സായുധ ശക്തി വർദ്ധിപ്പിക്കാനോ ഒന്നുമായിട്ടുള്ള ഒരു സംഘടനയല്ല എന്തെന്ന് പറയുന്നത്? ബ്രിക്സ് എന്ന് പറയുന്നത്. Find out the statement or statements that are true about the BRICS presidency and future summit. അപ്പോൾ ബ്രിക്സ് പ്രസിഡൻസിയും വരുന്ന സമ്മിറ്റുകളും തമ്മിലുള്ള ശരിയായ പ്രസ്താവനകൾ ട്രൂ അബൌട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. ബ്രസീൽ കറന്റ്ലി ഹോൾഡ്സ് ദ പ്രസിഡൻസി ഓഫ് ബ്രിക്സ്. ബ്രസീലിലാണോ നിലവിൽ ബ്രിക്സിന്റെ സമ്മേളനം നടക്കുന്നത്? ബ്രിക്സ് സമ്മേളനം അല്ലെങ്കിൽ ബ്രിക്സ് പ്രസിഡൻസി നിലവിൽ കൈകാര്യം ചെയ്യുന്നത് ബ്രസീലാണ്. ആണോ? ആണ്. നമ്മൾ പറഞ്ഞു 17th ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ബ്രസീൽ ആണെന്ന് പറഞ്ഞു. റഷ്യ വിൽ ഹോസ്റ്റ് 2025 ബ്രിക്സ് സമ്മിറ്റ്. റഷ്യയിലാണ് 2025 ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത്. ശരിയാണോ? തെറ്റാണ്. നമ്മൾ പറഞ്ഞു 2024 കസാൻ സമ്മേളനമാണ് എവിടെ നടന്നത്? റഷ്യയിൽ നടന്നത്. റഷ്യയിലെ കസാനിലായിരുന്നു 16th ബ്രിക്സ് സമ്മിറ്റ് ഓഫ് 2024 ഹെൽഡ് ഓൺ കസാൻ, റഷ്യ അല്ലേ? The 2024 summit was hosted by China. 2024 summit ഹോസ്റ്റ് ചെയ്ത ചൈനയാണ്. തെറ്റാണ്. എവിടെയായിരുന്നു? റഷ്യയിലായിരുന്നു. 16th സമ്മിറ്റ് എവിടെയായിരുന്നു? റഷ്യയിലായിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 4 നോക്കാം. The 2025 BRICS summit will be held in Brazil. ബ്രസീലിലാണ് 2025 ബ്രിക്സ് സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. ശരിയാണ്. അതും ശരിയാണ്. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 1 and 4 only ആണ്. ഇതല്ല 1 and 4 only ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ബ്രസീൽ കറന്റ്ലി ഹോൾഡ്സ് ദ പ്രസിഡൻസി ഓഫ് ബ്രിക്സ്. ബ്രിക്സിന്റെ നിലവിലെ പ്രസിഡൻസി കൈകാര്യം ചെയ്യുന്നത് ബ്രസീലാണ്. 2025 ബ്രിക്സ് സമ്മിറ്റ് ആണ് എവിടെ നടക്കുന്നത്? ബ്രസീലിൽ നടക്കുന്നത്. റഷ്യയിൽ നടന്നത് 2024 റഷ്യയിലെ കസാനിൽ നടന്നത് 2024 ബ്രിക്സ് സമ്മിറ്റ് ആണ്. അപ്പൊ ഓർക്കുക 1 ഉം 4 ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1 and 4 only ആണ്. ഓപ്ഷൻ എ ആണ്, ഡി അല്ല. ഓക്കെ, നമുക്കിനി ഒരു അസേർഷൻ ആൻഡ് റീസൺ നോക്കാം. ബ്രിക്സ് എയിംസ് ടു പ്രൊമോട്ട് പീസ്, സെക്യൂരിറ്റി, ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ എമംഗ് മെമ്പർ നേഷൻസ്. ശരിയാണോ? ശരിയാണ്. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു? പീസ്, സെക്യൂരിറ്റി, ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. റീസൺ നോക്കാം. The 2024 BRICS resolution emphasized strengthening multilateralism of global development and security. അപ്പോൾ 2024 റെസൊല്യൂഷൻ എന്താണ്? സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററലിസം ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി. ശരിയല്ലേ? നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽക്കേ പറയുന്ന കാര്യമാണ്. അപ്പൊ റീസൺ 6 ശരിയാണ്. അപ്പോൾ റീസൺ എയുടെ അസേർഷൻ എയുടെ ഒരു കറക്റ്റ് എക്സ്പാൻഷൻ തന്നെയല്ലേ നമ്മുടെ റീസൺ ആയിട്ട് പറയുന്നത്? അതായത് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനവും സുരക്ഷയും വികസനവും സഹകരണവും പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ബ്രിക്സിന്റെ ലക്ഷ്യം. അത് തന്നെയല്ലേ 2024 റെസൊല്യൂഷനായിട്ട് കുറച്ച് പുതിയ അംഗരാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബ്രിക്സ് ചെയ്തത്.
അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പാൻഷൻ ഓഫ് എ. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. നമ്മുടെ ബ്രിക്സിന്റെ ആ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് അവരെന്ത് ചെയ്യുന്നു? നടപ്പിലാക്കിക്കൊണ്ടാണ് 2024 പുതിയ അംഗരാജ്യങ്ങളെ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഗ്ലോബൽ സൗത്തിലേക്ക് അവരുടെ സഹകരണവും ശക്തിയും ഒക്കെ വ്യാപിപ്പിക്കുകയാണ് അല്ലേ. അടുത്ത അസേഷൻ നോക്കാം. സൗദി അറേബ്യ ഈസ് എ ഫുൾ മെമ്പർ ഓഫ് ബ്രിക്സ് ആഫ്റ്റർ ദ 2024 എൻലാർജ്മെന്റ്. അപ്പൊ 2024 എൻലാർജ്മെന്റിന് ശേഷം സൗദി അറേബ്യ ഒരു ഫുൾ മെമ്പർ ആയി എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണോ? അല്ല. സൗദി അറേബ്യ ഒരു പാർട്ട് ടൈം മെമ്പർ ആണ്, ഒരു ഫുൾ മെമ്പർ അല്ല. റീസൺ, ബ്രിക്സ് ഹാസ് എക്സ്പാൻഡഡ് ടു ഇൻക്ലൂഡ് കൺട്രീസ് ലൈക്ക് ഇറാൻ, ഈജിപ്റ്റ്, എത്യോപ്യ ആൻഡ് UAE. അപ്പോൾ ഇറാൻ, ഈജിപ്റ്റ്, എത്യോപ്യ, UAE ഒക്കെ അംഗമാക്കിക്കൊണ്ട് ബ്രിക്സിന് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. അത് ശരിയാണ്. പക്ഷെ എ ശരിയാണോ? എ ശരിയല്ല, എ തെറ്റാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ എന്ന് വരും. ഓപ്ഷൻ ഡി ആണ്. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ അസേർഷൻ റീസൺ വരുമ്പോൾ നിങ്ങൾ അസേർഷൻ നോക്കുക, റീസൺ അതുമായിട്ട് മാച്ച് ചെയ്യുന്നത് നോക്കുക, നമ്മളൊരു ആൻസർ കണ്ടെത്തുക, അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ ഒരിക്കലും ഇത് വായിച്ചിട്ട് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പാൻഷൻ ഓഫ് എ, അപ്പോൾ എന്നിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കും. എ ശരിയാണോ? ആർ ശരിയാണോ? കറക്റ്റ് എക്സ്പാൻഷൻ ആണോ? അങ്ങനെ നോക്കരുത്. അസേർഷനും റീസണും വായിച്ച് നോക്കുക. ആദ്യം എയും ആറും ശരിയാണോ നോക്കുക. ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ റീസൺ എന്താണ്? അസേർഷന്റെ റീസൺ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്തുക, ഓപ്ഷൻ നോക്കുക, ബബിൾ ചെയ്യുക. ഇത്രയും നിങ്ങൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിൽ ചെയ്യാവൂ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ബ്രിക്സുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇപ്പൊ 2024 ബ്രിക്സ് എക്സ്പാൻഷൻ തന്നെയാണ് ബ്രിക്സിന് ഇത്രയും പ്രത്യേകതകളും അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ക്ലാസ് ആയിട്ട് എടുക്കാനുള്ള പ്രധാന കാരണം. കാര്യം പല പരീക്ഷകളിലും ബ്രിക്സിലെ കൂടുതൽ ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട്. തന്നിരിക്കുന്ന ചോദ്യങ്ങളും എല്ലാം കൃത്യമായി പഠിക്കുക, പോയിന്റ്സ് എല്ലാം കൃത്യമായി നോട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്